ശ്രീജിത്ത് പണിക്കർ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള സർക്കാർ നിലപാട് വളരെ വ്യക്തമായിരുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി ആദ്യം തന്നെ പറഞ്ഞു പരാതി ലഭിച്ചാൽ മാത്രം നടപടിയെടുക്കും എന്നുള്ളത്. തുടർന്ന് അതേ നയം തന്നെയാണ്, നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മറ്റ് നേതാക്കളുടെ ഭാഗത്തുനിന്നും പാർട്ടി നേതാക്കൾ AK ബാലൻ, അതോടൊപ്പം മന്ത്രി ബാലഗോപാൽ ഒക്കെ ഇന്ന് പറഞ്ഞതും അതുതന്നെയാണ്. പരാതി ലഭിച്ചാൽ മാത്രമേ തങ്ങൾ പരാതി സ്വീകരിക്കുകയുള്ളൂ, അതുമാത്രമല്ല തുടർ നടപടി ഉണ്ടാകുകയുള്ളൂ എന്നാണ്. ഇവിടെ വളരെ വ്യക്തമാണ്, ലൈംഗിക ചൂഷണം അടക്കമുള്ളതാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത്. ഒരു പരാതി ലഭിക്കേണ്ട, അല്ലാതെ അതിനുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ തന്നെ പോലീസിന് കേസ് എടുക്കാവുന്നതാണ്. പിന്നെയും അവിടെ സർക്കാർ ഒളിച്ചു കളിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? രോഹിണി, ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നില്ല എല്ലാ കാര്യങ്ങളും വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വിഷയമാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സർക്കാരിനെ നയിക്കുന്ന പല ചിന്തകളുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ചില കാര്യങ്ങൾ സർക്കാരിന് ചെയ്യുന്നതിന് പരിമിതികളുമുണ്ട് എന്നാണ് ഞാൻ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു കേസ്, ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ ഒരു കേസ് എടുക്കുക, എങ്ങനെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക, അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ സഹകരിക്കുന്നതിന് വേണ്ടി മൊഴി നൽകിയിരിക്കുന്ന ആൾക്കാർ, ഈ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയിരിക്കുന്ന ആൾക്കാർ വരുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരിന്റെ ചിന്താ വിഷയങ്ങളാണ്. പക്ഷെ അതൊക്കെ തന്നെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ സർക്കാർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ്. ഈ ഒരു ഘട്ടത്തിൽ തന്നെ അങ്ങനെ ആരെങ്കിലും വരില്ല എന്നുള്ള ഒരു അഭ്യൂഹത്താൽ, ഭയത്താൽ ഒക്കെ തന്നെ സർക്കാർ അതിൽ നിന്ന് പിന്മാറേണ്ടുന്ന കാര്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്ന സമയത്ത് ഇവരെന്തായാലും ഒരു റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് സർക്കാരിന് അറിയാം. അപ്പോൾ ആ കമ്മിറ്റിക്ക് വേണ്ടുന്ന റിപ്പോർട്ട് ഏത് രീതിയിലാണ് തയ്യാറാക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട്. ആ ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിക്കുന്നത് സർക്കാരാണ്. അങ്ങനെ സർക്കാർ ഒരു ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടാക്കി ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നു. ആ കമ്മിറ്റി അവരുടെ ദീർഘകാലത്തെ അന്വേഷണത്തിന് ശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ടിന് മേൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി സർക്കാരിന് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടാകേണ്ടതാണ്. ഇപ്പൊ ഇത് നമ്മൾ സിനിമാ മേഖല ആയതുകൊണ്ടും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട്, വളരെ സ്വീകാര്യരായിട്ടുള്ള, സർക്കാരിനും വളരെ വേണ്ടപ്പെട്ട ആൾക്കാരും ഒക്കെ ആയതുകൊണ്ടാണ് ഈ രീതിയിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. നേരെ മറിച്ച് ഇത് മറ്റൊരു മേഖലയാണെന്ന് കരുതും, നമ്മുടെ ആരോഗ്യ മേഖലയാണ്. സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളെ സംബന്ധിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരുപക്ഷെ സംരക്ഷിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വളരെ അറിയപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം ചുരുങ്ങുകയും പൊതുജനത്തിന്റെ ഇൻട്രസ്റ്റ് അതിനനുസരിച്ച് വ്യത്യാസപ്പെടുകയും ഒക്കെ തന്നെ ചെയ്യും. അപ്പൊ ഈ ഒരു ഫീൽഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സർക്കാരിനെ ഒരുപക്ഷെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിച്ചു നിർത്തുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മൾ നോക്കിയാൽ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇവർ ഫേസ് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് പഠിച്ചതിന് ശേഷം റിപ്പോർട്ട് നൽകാനാണ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നത്. അതിനോടൊപ്പം തന്നെ അവർക്ക് ഇവിടെ നിന്ന് ലഭിക്കേണ്ടുന്ന വേതനം, ജെൻഡർ ജസ്റ്റിസ്, ജെൻഡർ ഇക്വാലിറ്റി, സിനിമകളിലുള്ള വനിതകളുടെ കൂടുതൽ പ്രാതിനിധ്യം, പ്രത്യേകിച്ച് ടെക്നിക്കൽ സൈഡിലൊക്കെ എങ്ങനെയാണ്, അതേപോലെ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ, ഉദാഹരണത്തിന് ഒരു കുട്ടി ഉണ്ടായ ശേഷം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് ഒക്കെ തന്നെ എങ്ങനെയാണ് അവർക്ക് തൊഴിൽ നൽകാൻ സാധിക്കുക, അവരെ എങ്ങനെ സഹകരിപ്പിക്കാം തുടങ്ങി കുറേയധികം കാര്യങ്ങളാണ് ഈ ടേംസ് ഓഫ് റെഫറൻസിൽ കൊടുത്തിരുന്നത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളിൽ ഈ സുരക്ഷിതത്വം, അല്ലെങ്കിൽ അവരുടെ തൊഴിൽ ഉറപ്പ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന കൃത്യമായ വേതനം എന്നീ വിഷയങ്ങളുണ്ട്. അപ്പൊ ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഇതിൽ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നതിനെപ്പറ്റി സർക്കാരിന് ഇപ്പോഴല്ല, അന്നേ തന്നെ വർഷങ്ങൾക്ക് മുൻപ് 2017 ഈ കമ്മിറ്റിയെ നിയമിക്കുന്ന സമയത്ത് തന്നെ ഒരു ബോധ്യം ഉണ്ടാകേണ്ടതായിരുന്നു. ആ ബോധ്യം സർക്കാരിന് ഇപ്പോഴുമില്ല. അത് വേറെ ഏതെങ്കിലും ഒരു സർക്കാരിനെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇടയ്ക്ക് ഒരു ഗവൺമെന്റ് മാറിയെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടി തന്നെയാണ്, അല്ലെങ്കിൽ അതേ ആൾക്കാർ തന്നെയാണ് അധികാരത്തിൽ തുടരുന്നത് എന്നതുകൊണ്ട് അതിന് എക്സ്ക്യൂസ് ഇല്ല. ഇതിൽ പറയാൻ കഴിയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് അല്ല എന്ന് അത് സർക്കാർ തന്നെ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കമ്മീഷൻ റിപ്പോർട്ടുകളാണെങ്കിലും കമ്മിറ്റി റിപ്പോർട്ടുകളാണെങ്കിലും ഇത് തയ്യാറാക്കുന്നതിനുള്ള ഒരു രീതിയുണ്ട്. ആ രീതി ഒരുപക്ഷെ പൊതുജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. കാരണം പലപ്പോഴും ഇതിനെ ആൾക്കാരൊരു പോലീസിന്റെ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ, അല്ലെങ്കിൽ ഒരു അന്വേഷണ ഏജൻസിയുടെ ഒക്കെ ഒരു റിപ്പോർട്ടിന്റെ രീതിയിൽ ആൾക്കാർ അതിനെ വിലയിരുത്തുന്നുണ്ട്. ആ രീതിയിൽ കാണേണ്ടുന്ന ഒന്നേ അല്ല ഒരു കമ്മീഷൻ റിപ്പോർട്ടും ഒരു കമ്മിറ്റി റിപ്പോർട്ടും എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. കാരണം ഇതിൽ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 15 ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു പവർ ഗ്രൂപ്പിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ആ പവർ ഗ്രൂപ്പിലെ ഉള്ള ഒരു ഏതെങ്കിലും ഒരു നടനെ നമ്മൾ എടുത്തോളൂ. ആ നടനെ പറ്റി ഒരു 5 നടിമാർ വന്ന് പരാതി പറയുന്നു. ഇത് കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അതിനെ രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഒരു വസ്തുത.
പക്ഷേ ഇതിന്റെ ഒരു തുടർ നടപടിയോ തുടർ അന്വേഷണമോ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടതില്ല. അതായത് ഏതെങ്കിലും ഒരു നടന് നേരെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അത് ആ നടനുമായി ചോദ്യം ചെയ്ത് ആ നടനിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷം ഇതിൽ ഏതാണ് വസ്തുത എന്നതിലേക്ക് എത്തിപ്പെടേണ്ടുന്ന യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഒരു കമ്മിറ്റിക്കുമില്ല, ഒരു കമ്മീഷനുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്വഭാവത്തിൽ വരുന്ന ഒരു പോലീസിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയുടെയോ റിപ്പോർട്ട് പോലെ നമുക്ക് കാണാൻ കഴിയുന്നതല്ല. ചുരുക്കി പറഞ്ഞാൽ ഏകപക്ഷീയമായിട്ടുള്ള ആരോപണങ്ങളും ഏകപക്ഷീയമായിട്ടുള്ള തെളിവുകളും മാത്രമാണ് ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് മറ്റൊരു വശമുണ്ട്. എനിക്ക് തോന്നുന്നു അല്പം മുമ്പ് ഈ ചർച്ചയിൽ തന്നെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ട ഒരു ഭാഗം എനിക്ക് ഓർമ്മ വരുന്നത് ഹോം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഹോം എന്ന് പറയുന്ന സിനിമ അതിന്റെ പ്രൊഡ്യൂസറുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളൊക്കെ തന്നെ ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു, ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പരസ്യമായിട്ടുള്ള ആരോപണങ്ങൾ വന്നു, അത് കേസായി, കോടതിയിൽ പോയി. അതിന്റെ പ്രൊഡ്യൂസർ പുറത്തേക്ക് പോകുന്നു, പുറത്തുനിന്ന് അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നു. ഈ ഒരു കഥയെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന തെളിവുകൾ എന്തൊക്കെയാവും? ആ തെളിവുകൾ എന്ന് പറയുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇലക്ട്രോണിക് എവിഡൻസ് ആയിരിക്കും. അദ്ദേഹം അവിടെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കൊടുക്കുന്നത് എന്താണ്? അതും ഇതേപോലെ തന്നെയുള്ള ഇലക്ട്രോണിക് എവിഡൻസ് ആണ്. അപ്പൊ കോടതിയുടെ മുന്നിൽ വരുന്ന സമയത്ത് കോടതിക്ക് വാദിഭാഗത്തു നിന്നും പ്രതിഭാഗത്തു നിന്നുമുള്ള ഈ രേഖകളെല്ലാം തന്നെ കിട്ടുന്നു. അതിൽ നിന്ന് കോടതി ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്തുകയാണ്. ഇയാൾക്ക് വിദേശത്താണ്, അയാൾ നാട്ടിൽ വരുമോ, അയാൾക്ക് മുൻകൂർ ജാമ്യം കൊടുക്കണോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയാണ് ഒരു ഡ്യൂ ഡിലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ഭാഗത്തു നിന്നുമുള്ള കാര്യം കേട്ടതിന് ശേഷം തീരുമാനിക്കുന്നത്. ആ രീതിയിലത്തേക്കുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കിത് പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഏകപക്ഷീയമായിട്ടുള്ള ആരോപണങ്ങളും ഏകപക്ഷീയമായിട്ടുള്ള രേഖകളും ഉള്ള ഒരു കാര്യത്തിൽ എങ്ങനെ ഒരു നടപടിയുമായി മുന്നോട്ട് പോകാം എന്നതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ആശങ്കകൾ, വളരെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് മറ്റു പലരെയും ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ആ ഹോം സിനിമ പറഞ്ഞതുകൊണ്ട് തന്നെ പറയാം, ആ സിനിമയിൽ വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്ന ഇന്ദ്രൻസ് അല്ലെങ്കിൽ മഞ്ജു പിള്ള തുടങ്ങിയ നടീനടന്മാരൊക്കെ തന്നെയുണ്ട്. അവരെയൊക്കെ തന്നെ ആ കൊല്ലം അവാർഡിന് പരിഗണിച്ചു പോലുമില്ല എന്ന രീതിയിലേക്ക് വലിയ വിവാദവും ഉണ്ടായി. അതായത് ആ സിനിമ ഏതെങ്കിലും രീതിയിൽ അംഗീകരിക്കപ്പെടുകയാണ് എങ്കിൽ സർക്കാർ തന്നെ ആരോപണ വിധേയനായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ സിനിമ അംഗീകരിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു വ്യാഖ്യാനം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ള കലാകാരന്മാർക്ക് പോലും അതിന്റെ ഒരു നമ്മൾ പറയുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ പരാതി ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. മറ്റേതെങ്കിലും ഒരു മേഖലയിൽ പരാതിയില്ലാതെ ഇത്തരത്തിലുള്ള അന്വേഷണവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുമോ ഇല്ലയോ? മറ്റു മേഖലകളിൽ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഉണ്ടായിരിക്കുകയും ഈ മേഖലയിൽ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയിൽ പോലും പ്രശ്നങ്ങളുണ്ട് എന്ന് ആൾക്കാർ പറയുകയും ചെയ്യുന്നത് എന്തിനാണ്? ഞാൻ പറയുന്നത് സിനിമാ മേഖലയിൽ ഒരു ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഉണ്ടാകണം. അതിന് ഈ പറയുന്നത് പോലെ സ്ത്രീകളായിട്ടുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും അതിൽ പരാതി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇരകളെന്ന് നമ്മൾ പറയുന്ന ആൾക്കാർക്ക് പരാതി ഉണ്ടെങ്കിൽ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എങ്ങനെയാണ് എന്ന് സർക്കാർ തീരുമാനിക്കണം. പക്ഷെ അങ്ങനെയുള്ള ഒരു ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഉണ്ടാവുകയും പരാതികളുടെ അടിസ്ഥാനത്തിൽ മാത്രം അന്വേഷണം നടത്തി തീരുമാനമെടുക്കുകയും വേണം. അതല്ല എങ്കിൽ ആർക്കും ആർക്കെതിരെയും എന്തും പറയാനുള്ള, എന്നാൽ നിയമപരമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ബാധ്യതകളും ഇല്ലാത്ത രീതിയിലത്തേക്ക് ഈ ഒരു മേഖല തന്നെ മാറിപ്പോകും. അത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതെ, കഴിഞ്ഞ ദിവസം പക്ഷേ ഒരു ഈ സംഘടനാ അംഗം തന്നെ പറഞ്ഞത് ICCയിൽ ആരും തന്നെ വർഷങ്ങളായി പരാതി നൽകുന്നില്ല, അത് നിർജീവമായി കിടക്കുന്നു എന്നുള്ളതാണ്. പരാതി നൽകാത്തതാണോ, പരാതി നൽകാൻ ഭയപ്പെടുന്നതാണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം.